وأحسن موتاكم وكفوا عن مصابيهم. ഹദറവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് നിങ്ങൾ നല്ലത് മാത്രം പറയുക, അവരുടെ തിന്മകൾ നിങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യുക. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മരണപ്പെട്ടവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ നന്മകളെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അവരെത്ര തിന്മ ചെയ്തവരാണെങ്കിലും അവരുടെ തിന്മകൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സംസാരത്തിൽ ചർച്ചയാക്കരുത്. പലപ്പോഴും നമ്മൾ പലരെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ ആള് മരിച്ചുപോയി എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അത് വലിയ അപകടമാണ്. ജീവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ എന്തെങ്കിലും അയാളെ കുറിച്ച് പൊരുത്തപ്പെടിപ്പിക്കാൻ ഒരു അവസരമുണ്ട്. മരണപ്പെട്ട ആളായതുകൊണ്ട് തന്നെ നമുക്കൊരു അവസരം അതിനില്ല. അതുകൊണ്ട് അതിൻ്റെ ശിക്ഷ നമ്മൾ ഏറ്റേ മതി. നമ്മുടെ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് തെറ്റ് ചെയ്താലും അത് അവരും പടച്ചവനുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുക. ഈ പുറത്തു കൊടുത്തില്ലെങ്കിൽ തന്നെ നമ്മളത് ചർച്ച ചെയ്യുന്നതിലൊരു കഥയില്ല. നമ്മളൊരു തിന്മ ഏറ്റുവാങ്ങുക എന്നതല്ലാതെ നമുക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് മരണപ്പെട്ടവരെ നിങ്ങൾ വിട്ടേക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സന്ദർഭങ്ങളിൽ അല്ലാഹു തആല ചില കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, ചില ഗുണപാഠങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ അല്ലാഹു കൊണ്ടുവരും. അത്തരത്തിലൊരു സംഭവം മദീന മുനവ്വറയിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ജീവിച്ചിരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അവിടെ സ്ത്രീകളുടെ ജനാസ കുളിപ്പിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സ്ത്രീകൾ മരിച്ചാൽ ആ സ്ത്രീയാണ് ജനാസ കുളിപ്പിക്കുക. ഒരു പെണ്ണ് മരണപ്പെട്ടു. അവിടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി ഈ പെണ്ണ് വന്ന് ജനാസ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മയ്യത്തിന്റെ സ്വകാര്യ ഭാഗത്ത് ഇങ്ങനെ കൈവച്ച് കഴുകുന്ന സമയത്ത് ഈ പെണ്ണ് തൻ്റെ കൂടെ കുളിപ്പിക്കാൻ കയറിയ ആളുകളോട് പറഞ്ഞു, ഇവൾ ഈ അവയവം കൊണ്ട് എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ ഈ പെണ്ണിന്റെ കൈ പിന്നെ ശരീരത്തിൽ നിന്ന്, മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്കായി. കൈ വേർപെടുത്താൻ കഴിയുന്നില്ല. പല ശ്രമങ്ങൾ നടത്തിയിട്ടും കൈ വേർപെട്ടു പോരുന്നില്ല. അവസാനം അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ ആലോചിച്ച് എന്ത് ചെയ്യണം. മണിക്കൂറുകൾ കഴിയുകയാണ്, ജനാസയിൽ നിന്ന് കൈ വേർപെട്ട് വരുന്നില്ല. അപ്പോൾ അവർ തീരുമാനിച്ചു, രണ്ടാലൊന്ന് ചെയ്തേ പറ്റൂ. ഒന്നിരിക്കൽ കൈ മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ മയ്യത്തിന്റെ ശരീരം മുറിച്ചു മാറ്റണം. അല്ലാതെ ഈ മയ്യത്തിൽ നിന്ന് കൈ വേർപെടുത്താൻ കഴിയില്ല. ആ ഒരു അസഹ്യത്തിന് കാര്യങ്ങളെത്തി. പക്ഷെ രണ്ടിനും സമ്മതിച്ചില്ല. കുളിപ്പിക്കുന്ന പെണ്ണിന്റെ ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ പെണ്ണിന്റെ കൈ മുറിക്കാൻ പറ്റില്ല. മയ്യത്തിന്റെ ആളുകൾ പറഞ്ഞു, മയ്യത്തിനെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഈ സങ്കീർണമായ പ്രശ്നത്തിന് വേണ്ടി ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയിലേക്ക് അവർ ചെല്ലുകയാണ്. മദീനയിലെ ഇമാം എന്ന പേരിൽ പ്രസിദ്ധനായ മാലിക് ഇമാം കിടക്കൽ ചെന്നു. മാലിക് ഇമാം ജീവിച്ചിരിപ്പുണ്ട്. മാലിക് ഇമാം വന്നു. മാലിക് ഇമാം വന്നിട്ട് ചോദിച്ചു, മയ്യത്ത് കുളിപ്പിച്ച സ്ത്രീകളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവളെ കുറിച്ച് പറഞ്ഞത്? അപ്പോൾ ആ കുളിപ്പിച്ച പെണ്ണ് പറഞ്ഞു, ഇങ്ങനെ ഒരു കമന്റ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മാലിക് ഇമാം ചോദിച്ചു, നിനക്ക് അതിനെ കുറിച്ച് അറിയാമോ? ഈ പെണ്ണത് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ രണ്ട് സാക്ഷികൾ അതിനുണ്ടോ? അപ്പോൾ അവള് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു ധാരണ വെച്ച് പറഞ്ഞതാണ്. ഞാൻ അവളെ കുറിച്ച് തെറ്റിദ്ധരിച്ച്, അല്ലെങ്കിൽ എൻ്റെ ഒരു ധാരണ വെച്ച് ഇങ്ങനെ പറഞ്ഞതാണ്, അവളിങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടാകാമെന്ന്. മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇതിനുള്ള പ്രതിവിധി ഒന്ന് മാത്രമേ ഉള്ളൂ. ആ മയ്യത്തിനെ കുറിച്ച് നീ പറഞ്ഞത് അപരാധമാണ്. നിനക്ക് സാക്ഷികളില്ല, അവൾ നിന്നോട് പറഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് അതൊരു അപരാധമാണ്, കദ്ഫാണ്. കദ്ഫ് പറഞ്ഞാൽ അതിന്റെ ദുനിയാവിലെ ശിക്ഷ 80 അടി കൊടുക്കലാണ്. അതുകൊണ്ട് 80 അടി ഈ മയ്യത്ത് കുളിപ്പിച്ച സ്ത്രീ അടിക്കാൻ വേണ്ടി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഫത്വ കൊടുത്തു. അതനുസരിച്ച് അടിക്കാൻ തുടങ്ങി. 79 അടി അടിച്ചിട്ടും ആ കൈ വിട്ടുപോകുന്നില്ല. 80ാമത്തെ അടിക്കാൻ കൈ വിട്ടുപോകുന്നു എന്നാണ്. അപ്പോൾ ആ പെണ്ണിനെ കുറിച്ച്, മയ്യത്തിനെ കുറിച്ച് പറഞ്ഞ കദ്ഫിന്റെ ഹദ് നടപ്പിലാക്കിയപ്പോഴാണ് ആ കൈ വിട്ടുപോകുന്നത്. ഇത് ഇപ്പോഴൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അല്ലാഹു തആല ചില ഗുണപാഠങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് ഗൗരവമുള്ളൊരു കാര്യമാണ് മയ്യത്തിനെ കുറിച്ചുള്ള ചർച്ച. നമ്മൾ അവരുടെ തിന്മകൾ വിട്ടേക്കുക, നന്മകൾ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞേക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.